ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ സ്കിൻ കെയർ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ കുറച്ച് പേർക്കൊക്കെ പരാതിയുണ്ട്. അപ്പോൾ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി പറ്റുന്നത് പോലെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ സ്കിന്നൊക്കെ അത്യാവശ്യം നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള ചെറിയൊരു വ്യത്യാസമൊക്കെ എൻ്റെ സ്കിന്നിലുണ്ട് കേട്ടോ. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ അധികം പ്രശ്നമൊന്നും ഇല്ലാതെ നല്ല രീതിയിലൊരു ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്, എൻ്റെ തോന്നലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരിക്കലും സ്കിൻ കെയർ ചെയ്യുന്നത് വെളുത്ത് വരാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ ഏത് കളറോ ആയിക്കോട്ടെ അത് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ സ്കിൻ കെയറും പിന്നെ ഹെയർ കെയറും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തക്കാളി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫേഷ്യലാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളിന്ന് ടൊമാറ്റോ ഫേഷ്യലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരുപാട് തക്കാളിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ഇതുപോലെ ഒരു ചെറിയ തക്കാളി മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മൾ ഈ തക്കാളിയുടെ ജ്യൂസൊക്കെ നമ്മൾ ഫേസിൽ ഡെയിലി ആണെങ്കിലും ഒന്നിടവിട്ട ദിവസങ്ങളിലാണെങ്കിലൊക്കെ നമ്മൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ ഫെയ്ഡായിട്ട് പോകാൻ ഇത് നന്നായിട്ട് സഹായിക്കും കേട്ടോ. നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിരിക്കാനും ബ്രൈറ്റ് ആയിട്ടിരിക്കാനൊക്കെ ഇത് നന്നായിട്ട് സഹായിക്കും. അപ്പം ഞാനിതവിടെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു തക്കാളി നമുക്ക് 3 കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ. 3 കഷ്ണങ്ങളാക്കി എടുത്തിട്ട് നമ്മളൊരു 3 സ്റ്റെപ്പ് ഫേഷ്യലാണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു പീസ് പിന്നെ തക്കാളിയുടെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഒരു പീസ് എടുക്കുക. അതിനകത്തേക്ക് ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ എടുക്കുന്നത്. പഞ്ചസാര ചെറുതായിട്ട് നിങ്ങളൊന്ന് പൊടിച്ചിട്ട് എടുക്കുക. നമ്മൾ പഞ്ചസാര ഡയറക്റ്റ് ആയിട്ട് ചേർക്കുന്ന സമയത്ത് നമുക്ക് ഫേസിലേക്ക് സ്ക്രബ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അങ്ങോട്ട് സ്ക്രബ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് പഞ്ചസാര നിങ്ങൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫേസ് സ്ക്രബ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫേസ് ഒക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം കേട്ടോ. മേക്കപ്പ് ഒക്കെ നിങ്ങൾ കളയണം. എന്നിട്ട് നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് സോഫ്റ്റ് ആയ രീതിയിൽ സ്ക്രബ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് റിസൾട്ട് കിട്ടുക കേട്ടോ. സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തക്കാളി ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഞെക്കി കൊടുക്കുക കേട്ടോ. തക്കാളിയുടെ ജ്യൂസ് പുറത്തേക്ക് വരാനായിട്ട് ഞെക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ മുറിച്ചൊക്കെ കാണിക്കുമ്പോൾ വലിയ കാര്യമായിട്ട് ചെയ്യുന്ന പോലെയൊക്കെ തോന്നും, പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ വീട്ടിലിപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്നും അല്ല ചെയ്യുന്നതെങ്കിൽ സിമ്പിളായിട്ട് നമുക്കൊരു തക്കാളി എടുത്തിട്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ്. പിന്നെ തക്കാളിയിൽ തന്നെ ഇടണമെന്നൊന്നുമില്ല. തക്കാളിയുടെ ജ്യൂസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാക്ക് തയ്യാറാക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ ഇങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ്, നമുക്ക് സ്ക്രബൊക്കെ ചെയ്യാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ കണ്ണിൻ്റെ ആ പോർഷൻ അധികം നിങ്ങൾ സ്ക്രബ് ചെയ്യേണ്ട. പിന്നെ നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ എവിടെയാണോ കൂടുതലായിട്ടുള്ളത് അവിടെ നിങ്ങൾ നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര പൊടിച്ച് തന്നെ ഉപയോഗിക്കുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ പഞ്ചസാര വല്ലാണ്ട് നമ്മുടെ സ്കിന്നിലേക്ക് ഇങ്ങനെ കൊണ്ടു കയറുന്ന പോലെ ഒരു ഫീലാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊടിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിത് അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫേസ് സ്ക്രബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ നെക്കും കൂടി സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്തിട്ട് നമ്മളങ്ങനെ കുറച്ച് നേരം വെക്കണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് അപ്പം തന്നെ കഴുകാം. ഇനി കുറച്ചൊക്കെ സമയമുള്ളവരാണെങ്കിൽ കുറച്ച് നേരം അങ്ങനെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. അപ്പം ഞാൻ അധികം നേരം വെക്കുന്നൊന്നുമില്ല. ഞാനിതൊന്ന് കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പം ഞാനിതാ ഫേസ് കഴുകി തുടച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ക്രബിങ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആയ ഒരു ഫീൽ ഉണ്ടാവും കേട്ടോ. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെഡ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് സ്ക്രബിങ് നിങ്ങൾ ഒരിക്കലും അത് പിന്നെ ഒഴിവാക്കാതെ ചെയ്യണം കേട്ടോ. അത് ചെയ്തിട്ട് മറ്റു കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. നല്ലോണം കഴുകണമെന്നൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വെറുതെ ഫേസ് വാഷ് ഒന്നും ഉപയോഗിക്കേണ്ട, വെറുതെ വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി. ആ പഞ്ചസാര ഒന്ന് കളയാൻ വേണ്ടി മാത്രം ഒന്ന് കഴുകിയെടുത്താൽ മതി. ഇനി നമ്മുടെ ഫേഷ്യലിലെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ മസാജിങ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വേറെ അടുത്ത കഷ്ണം തക്കാളി ഉണ്ടല്ലോ അതെടുക്കുക. അതിനകത്തേക്ക് ഒരു ചെറിയ സ്പൂൺ അളവിൽ തേൻ നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. തേൻ നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. സ്കിന്ന് നല്ല രീതിയിൽ മോയ്സ്ചർ ആക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് തേൻ എടുത്തിട്ട് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേൻ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചെറുങ്ങനെ ഒന്ന് തക്കാളി ഒന്ന് ഞെക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ തേൻ നന്നായിട്ട് ഇറങ്ങും. ആ തക്കാളി ജ്യൂസുമായിട്ട് അത് നന്നായിട്ട് മിക്സ് ആവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേൻ ഉപയോഗിക്കുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും പേടി ഉണ്ടാവും. പിന്നെ എന്താ പറയുക, രോമമൊക്കെ നരച്ചു പോവോ പിരികമൊക്കെ നരച്ചു പോവോ അങ്ങനെയുള്ള പേടി ഉണ്ടാവും. അങ്ങനത്തെ പേടിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. തേനായതുകൊണ്ട് ഒരിക്കലും നമ്മുടെ മുടി നരയ്ക്കൊന്നുമില്ല. അതൊക്കെ നമ്മൾ പണ്ടുള്ളവർ ഇങ്ങനെ പറഞ്ഞു വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഹെയറിലാണെങ്കിലും നമ്മൾ തേൻ ഉപയോഗിക്കലുണ്ട്, പക്ഷെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ.
അപ്പോൾ നിങ്ങൾ മസാജ് ചെയ്യുമ്പോൾ നെക്കും കൂടി മസാജ് ചെയ്യുക. പിന്നെ മസാജിങ്ങിൻ്റെ ഈ ഒരു സ്റ്റെപ്പ് മാത്രം നിങ്ങൾ കണ്ണിൻ്റെ താഴെയും ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. കണ്ണിനടിയിൽ കറുപ്പ് നിറമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ മസാജ് ചെയ്യുമ്പോൾ കണ്ണിനടിയിലും കൂടി നിങ്ങൾ മസാജ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ തക്കാളി ഇങ്ങനെ ഒന്ന് ഞെക്കിയിട്ട് അതിൻ്റെ ജ്യൂസ് ഒന്ന് പുറത്തേക്ക് എടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു തക്കാളി ഉപയോഗിച്ചുള്ള ഫേഷ്യൽ നല്ലതാണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുഖത്ത് കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒറ്റ യൂസിൽ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നല്ല, പക്ഷെ പിന്നെ പാടുകളൊക്കെ ഇങ്ങനെ ഫെയ്ഡ് ആയി പോയിട്ട് നമ്മൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിങ്ങനെ ഫെയ്ഡ് ആയി പോകുന്നത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ നല്ലതാണ്. അത് മാത്രമല്ല ചെറിയ ചെറിയ തരി കുരുക്കളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കും കേട്ടോ. വലിയ പിമ്പിൾസ് ഒക്കെ ഉള്ളവരാണ് ഇങ്ങനെ പഴുത്തിട്ടൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ ഉള്ളവർ സ്ക്രബൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കുരുവൊന്നും പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് കുറച്ച് സമയം, ഒരു 2-3 മിനിറ്റ് നേരമെങ്കിലും നന്നായിട്ട് ഫേസും നെക്കൊക്കെ കൂടിയിട്ട് നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുക. കണ്ണിൻ്റെ അടിയിലും മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ നന്നായിട്ട് തന്നെ ഒരു 3 മിനിറ്റ് നേരമൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ മസാജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മസാജിങ് ഒക്കെ നിങ്ങൾ കുറച്ച് ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യാട്ടോ. നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾ ഒറ്റ യൂസിൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ വരുന്ന ആ ഒരു വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ മസാജ് ചെയ്യുക. എന്നിട്ട് കഴിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മസാജിങ്ങിന് നമ്മളിപ്പോൾ തേനാണ് ഉപയോഗിച്ചത്. അപ്പോൾ തേൻ കുറച്ച് സമയം നമ്മുടെ ഫേസിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പിന്നെ തേൻ നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ മോയ്സ്ചർ തരുന്നതാണ്. അപ്പോൾ അത് കഴുകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഫേസിലേക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫേസിൽ ഒരു ഫേസ് പാക്ക് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ഒരു തക്കാളിയുടെ പീസില്ലേ, അത് എടുക്കുക. അതിനകത്തേക്ക് ഒരു 1/2 സ്പൂൺ അളവിൽ കാപ്പിപ്പൊടിയാണ് കേട്ടോ നമ്മളിനി ചേർത്ത് കൊടുക്കുന്നത്. കാപ്പിപ്പൊടി സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ മസാലക്കൂട്ടൊന്നും ഇല്ലാത്ത വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് കാപ്പിപ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാപ്പിപ്പൊടിയുടെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു 1/4 സ്പൂൺ അളവിൽ മഞ്ഞളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾ സ്കിന്നിന് അലർജി ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾ ഉപയോഗിക്കാം. അപ്പോൾ മഞ്ഞളും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ഫേസിൽ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നെ നമ്മൾ മസാജ് ചെയ്തിട്ട് നമ്മൾ കഴുകേണ്ട ആവശ്യമില്ല. അതിൻ്റെ മുകളിൽ കൂടെ തന്നെ നമുക്ക് ഈ പാക്കും കൂടി തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ തേക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാത്രത്തിലേക്ക് കാപ്പിപ്പൊടിയും പിന്നെ മഞ്ഞളൊക്കെ എടുത്തിട്ട് അതിനകത്തേക്ക് തക്കാളിയുടെ ജ്യൂസ് പിഴിഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ ചെയ്താലും മതി കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ എളുപ്പമാണ്. കാരണം നമുക്ക് വേറെ പാത്രങ്ങൾ എടുക്കേണ്ട ആവശ്യം അങ്ങനെ ഒന്നും തന്നെ ഇല്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫേസിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ തേച്ച് കൊടുക്കുക. വലിയ രീതിയിൽ മസാജ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ സ്ക്രബ് ചെയ്തു, പിന്നെ മസാജിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ നമ്മളിങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മതിയിട്ട്. തക്കാളി പിഴിഞ്ഞ് മാക്സിമം അതിൻ്റെ തക്കാളിയെ മൊത്തം അതിൻ്റെ ജ്യൂസ് ഊറ്റിയെടുക്കുന്ന രീതിയിൽ എടുത്തിട്ട് തേച്ച് കൊടുക്കുക. നെക്കിലും കൂടി നിങ്ങൾ തേച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ കാപ്പിപ്പൊടി ഒഴിവാക്കിയിട്ട് എനിക്കൊരു പരിപാടി ഇല്ലാണ്ട് ഞാൻ എന്ത് ചെയ്താലും അതിനകത്ത് കാപ്പിപ്പൊടി ഉണ്ടാവും. എനിക്ക് എൻ്റെ സ്കിന്നിന് നല്ല റിസൾട്ടാണ് കേട്ടോ കാപ്പിപ്പൊടി. അതുകൊണ്ടാണ് ഞാൻ കാപ്പിപ്പൊടി ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടിയും ചെയ്യാത്തത്. നല്ല എന്താ പറയുക, നമുക്കൊരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടും നമ്മുടെ സ്കിന്നിന്. എന്ന് വെച്ചിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വെളുത്ത് വരിക എന്നല്ല. നമ്മുടെ സ്കിന്ന് പിന്നെ എന്താ പറയുക കരിവാളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുത്തിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ യഥാർത്ഥ കളർ കൊണ്ടുവരാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിലും കാപ്പിപ്പൊടി ഉപയോഗിക്കുന്നത്. അപ്പോൾ കാപ്പിപ്പൊടി ഉപയോഗിക്കാൻ പറ്റാത്തവർ മഞ്ഞൾ മാത്രം ഉപയോഗിക്കാം. മഞ്ഞൾ ഉപയോഗിക്കാൻ പറ്റാത്തവർ കാപ്പിപ്പൊടി മാത്രം ഉപയോഗിക്കാം. അത് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ. ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ ആ തേനും നമ്മുടെ ഫേസിലുണ്ടല്ലോ, അപ്പോൾ തേനും ഇതിൻ്റെ കൂട്ടത്തിൽ ചേരുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഒരു മസാജിങ് ആ ഒരു എഫക്റ്റും കഴിഞ്ഞു. നമ്മുടെ പാക്കിൻ്റെ കൂടിയും ആ തേൻ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഫേസിലും നെക്കിലും തേച്ച് കൊടുക്കുക. അപ്പം ഞാനിതാ കംപ്ലീറ്റ് ആയിട്ട് ഫേസിലും നെക്കിലും ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫേസിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ കയ്യിലോ കാലിലൊക്കെ ചെയ്യണമെങ്കിൽ ആ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ തക്കാളി ഉപയോഗിച്ച് ചെയ്യൽ കുറച്ച് റിസ്ക് ആയിരിക്കും. തക്കാളിയുടെ ജ്യൂസ് എടുത്ത് പിഴിഞ്ഞിട്ട് ഇതുപോലെ പാക്കൊക്കെ തയ്യാറാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ പാക്ക് എന്തായാലും കുറച്ച് സമയം, ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ നമ്മുടെ ഫേസിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. ഒന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് കഴുകാം. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരം വെച്ചിട്ട് കഴുകിയിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ.
അപ്പൊ ഞാനിതാ ഫേസ് കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വെറുതെ വെള്ളത്തിലാണ് ഇപ്പൊ ഫേസ് കഴുകിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ പുറത്തേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഫേസ് വാഷ് എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഏറ്റവും നല്ലത് വെറുതെ വെള്ളത്തിൽ കഴുകുന്നതാണ്. അപ്പൊ നമ്മൾ വൈകുന്നേര സമയങ്ങളിലോ നൈറ്റ് ഒക്കെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ വെറുതെ വെള്ളത്തിലൊന്ന് മുടിയല്ല മുഖം കഴുകിയാൽ മതി കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ചാൽ മഞ്ഞളുടെ ചെറിയ ആ ഒരു ഇതുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പുറത്തേക്ക് പോകുന്നതിന് മുമ്പാണെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് കഴുകുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ഫേസ് കഴുകി കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് ഫേസ് സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ എന്റെ ഫേസിൽ അങ്ങനെ ഒരു ഇൻസ്റ്റന്റ് റിസൾട്ട് കാണാൻ വേണ്ടി പറ്റില്ല. കാരണം എൻ്റെ ഫേസിൽ അങ്ങനെ പിന്നെ കരിവാളിപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഒരു മാറ്റം അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ വലിയ കാര്യമായിട്ട് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഫേസ് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങളിപ്പോൾ ഫേസ് ഒക്കെ വല്ലാണ്ട് ടാൻ ആയിട്ട് ഇരിക്കുകയാണ്, അങ്ങനെ ഒരു സമയത്താണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് നിങ്ങളുടെ ഫേസിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ ഇനി ഒന്ന് ഫേസ് ഒക്കെ ഒന്ന് തുടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മോയ്സ്ചറൈസർ ഫേസിൽ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ സൺസ്ക്രീൻ ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ പകലായതുകൊണ്ട് സൺസ്ക്രീൻ ഉപയോഗിക്കുകയാണ്. നിങ്ങൾ ഏതെങ്കിലും മോയ്സ്ചറൈസർ ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ട് ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. പിന്നെ ചിലരൊക്കെ ഇങ്ങനെ മോയ്സ്ചറൈസർ ഒക്കെ ഉപയോഗിക്കാത്തവരുണ്ട്. അങ്ങനെയുള്ളവരോട് നമുക്ക് ഇന്നത് ഉപയോഗിക്കണം എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ അലവേറ ജെല്ലൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഒരുപാടൊന്നും തേക്കുന്നില്ല, ഞാനിപ്പോൾ പുറത്തേക്കൊന്നും പോകുന്നില്ല, അതുകൊണ്ട് ഒരുപാടൊന്നും തേക്കുന്നില്ല. കുറച്ച് അളവിലാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ഏതാണോ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾ തേച്ച് കൊടുക്കുക. അപ്പം ഞാനിതാ എൻ്റെ ഫേസിൽ ക്രീമും കൂടി ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല, സ്കിന്ന് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ, സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. ആ ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് നമ്മുടെ സ്കിന്നിൽ എന്തായാലും അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ പറ്റുന്നവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളിത് ഡെയിലി ചെയ്യാൻ പാടില്ല കേട്ടോ. ഡെയിലി എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് സ്ക്രബിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡെയിലി നമ്മുടെ സ്കിന്നിൽ ചെയ്യുന്ന അത്ര നല്ലതല്ല. നിങ്ങൾക്കൊരു 2 ദിവസം കൂടുമ്പോഴൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഒരു ആഴ്ചയിൽ പിന്നെ 2 തവണയോ 3 തവണയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അടുപ്പിച്ച് ചെയ്യരുത്, ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് മാത്രം ചെയ്യാം കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നല്ലൊരു വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനും ഒരു നാച്ചുറൽ ബ്രൈറ്റ്നസ് തരാനും ഇത് നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ പറ്റുന്നവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാനിപ്പോൾ കാണിച്ചു തന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യമുണ്ട്, എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.